എന്തൊരു വർത്താനാണ് ആ പറഞ്ഞത്. പേവിഷം ബാധിച്ച പിന്നെ ഇങ്ങോട്ടില്ല, ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊല്ലല്ലാതെ നിർവാഹം. അതുകൊണ്ടാണ് ഹബീബായ നബി പറഞ്ഞത്, ഇബ്നു അബ്ബാസിന് ഖാല ഖാല റസൂലുള്ളാഹി യദുല്ലാഹി അലൽ ജമാഅ, എപ്പോഴും അല്ലാഹുവിന്റെ ശക്തി സംഘത്തോടു കൂടെയാകുന്നു. സംഘത്തായി നിൽക്കുമ്പോഴേ അള്ളാഹിന്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മുസ്തഫ നബി ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ അറാദ ബി ഹബൂഹത്തിൽ ജന്ന ഫൽയുൽസിമിൽ ജമാഅ, ആർക്കെങ്കിലും സ്വർഗ്ഗത്തിന്റെ മണിന്റെ മധ്യത്തിലേക്ക് കയറണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സംഘത്തിന്റെ മധ്യത്തിൽ നിന്നുകൊള്ളൂ എന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനെയാ ഹബീബായ നബി പറഞ്ഞത്. സ്വർഗത്തിന്റെ നടുക്കാരനെങ്കിൽ സംഘടനയുടെ മധ്യത്തിൽ നിന്നോളൂ, മുസ്ലിം ഉമ്മത്തിന്റെ മധ്യത്തിൽ നിന്നോളൂ എന്ന് ഹബീബായ നബി. ഇത് ഇബ്നു അബി ആസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതും അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ പറയാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഇന്ന് പുതിയ ചില ചിന്താഗതിക്കാർ വരെ അംഗീകരിക്കുന്ന ആളാണല്ലോ അൽബാനി. അൽബാനി വരെ ഇത് സ്വഹീഹാണെന്ന് പറയുന്നുണ്ട്. വേറെ ഹദീസ് അൻ ഉമറ ഖാല, എന്താ അൻ ഉമറ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണം, എന്ത് മനുഷ്യൻ. അൻ ഉമറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, എപ്പോഴും നിങ്ങൾ സംഘത്തിൽ നിൽക്കുക. വഇയ്യാകും വൽ ഫിർഖ, വേറിട്ട് പോകുന്ന പാർട്ടികളെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. എന്തുകൊണ്ട്? ഫഇന്ന ശൈത്വാന മഅൽ വാഹിദി വഹുവ മിനൽ ഇസ്നൈനി അബ്അദു, എപ്പോഴും ഒറ്റട്ട് നിൽക്കുന്ന ആളുകളോടാണ് പിശാച് കൂടുക. എപ്പോഴും നിങ്ങൾ കൂട്ടത്തിന്റെ മധ്യത്തിൽ കയറി നിൽക്കണമെന്ന് ഹബീബായ നബി. പിന്നെയോ ഹബീബായ റസൂലുള്ളാഹി, ഇസ്ലാമിക ഭൂരിപക്ഷത്തെ പിൻപറ്റുക, ഇസ്ലാമിക ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുക. അബൂദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിക ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുക. അവരുടെയും ആലിമോ അവരെക്കാളും വലിയ ആലിമോ ആവണ്ട. ഇപ്പൊ ചെറുത് പറഞ്ഞു, കളമടുത്തത് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഏറ്റവും ഫിഖ് അറിയുന്ന മഹാന്മാർ അവരാണ്. ഇനി ബാക്കി അവരും റബ്ബും തമ്മിലാണ്. ഇനി അവരെ വാക്കിൽ പിഴവുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അല്ലാതെ തോന്നിയതുപോലെ വിഡ്ഢികളായ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഇല്ല കലീലെന്നാണ് പോതിപ്പോയാ പോരാ. ഇത് ആരോടാ പറഞ്ഞത് എന്നറിയോ? ഇത് പറഞ്ഞത് മുഹമ്മദ് നബിയോടും സ്വഹാബികളോടുമാണ്. നിങ്ങൾ ഇപ്പൊ അർത്ഥം വെക്കല്ലേ, ഇപ്പൊ തർത്തേന് വെക്കല്ലേ. കുറഞ്ഞ വിജ്ഞാനമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയോടും സ്വഹാബത്തിനോടുമാണ്, അല്ലെങ്കിൽ അസ്ഹാബുൻ നബീനോടാണ്. അങ്ങനെ പറയാ, അങ്ങനെയെങ്കിലും പറയാം, തഅദ്ദുബൻ അങ്ങനെയെങ്കിലും പറയാം. അസ്ഹാബുൻ നബീനോട് വരെ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ കുറഞ്ഞ വിജ്ഞാനമല്ലാതെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പൊ റഹ്മത്തുള്ളാന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളും റഹ്മത്തുള്ളയും പറയേണ്ടത് നമുക്ക് വിജ്ഞാനം ഇല്ല, അത് പറയലാണ് സുഖം, അത് പറയലാ സുഖം. അങ്ങനെയാണ് ഇന്നിപ്പോ നമ്മുടെ പ്രശ്നം. വിജ്ഞാനം ഇല്ലാത്തല്ല, വിജ്ഞാനം ആർക്കാ വിജ്ഞാനം ഇല്ലാത്തത്? നിങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നങ്ങൾ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരോട് ഒന്ന് പോയി ചോദിച്ചു നോക്കൂ, നാളെ വരിയെന്ന് പറയും. അല്ലെങ്കിൽ മാലിന്റെ അഡ്രസ്സ് വരികയും ഫത്വ കമ്മിറ്റി കൂടിയിട്ട് അടുത്ത ആഴ്ച തീരുമാനം പറയാം. ഞങ്ങൾ അഡ്രസ്സ് തന്ന് പോയി, ഞാൻ അവിടെ നമസ്കാരത്ത് എഴുതി കൊടുക്കി, അവിടെ ഉണ്ടാവും ആലിബാബിൻ്റെ അടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്നാലത്ത് കൊടുക്കി, പേര് പണങ്ങോടിൻ്റെ അടുത്ത് എഴുതി കൊടുക്കുക എന്നൊക്കെ പറയും. ഇതേ വർത്താനം നിങ്ങൾ ഇവിടെ അടുത്തൊരു ചായപ്പൊടി പറഞ്ഞു നോക്കും, അപ്പൊ തീരുമാനം പറയും. അങ്ങനെ അതിനൊരു പള്ളി പൊളിച്ചെന്നാക്കേണ്ട ഒരു വഖഫിന്റെ മരം അവിടുന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെറുശ്ശേരി സ്ഥാനോട് ചോദിച്ചാൽ പറയും നിങ്ങൾ നാളെ വരുമെന്ന് അറിയാം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫത്വ കമ്മിറ്റി കൂടിയിട്ട് ഒറ്റയ്ക്ക് തീരുമാനം പറയില്ല, ഞങ്ങൾ 5 ആൾ കൂടിയിട്ട് തീരുമാനം പറയുള്ളൂ. അപ്പൊ അടുത്ത ഫത്വ കമ്മിറ്റി അടുത്ത ആഴ്ച കൂടട്ടെ എന്ന് പറയും. ഇതന്നെ ഇവിടുത്തെ ചായപ്പൊടി പറഞ്ഞു അതിങ്ങനെയാന്ന് ഒരുത്തം പറയും, ഏയ് അതങ്ങനെയല്ല, അതിങ്ങനെയാന്ന് പറയും. അങ്ങനെ പറയട്ടെ, അവരെ കൂടിയൊരു മുഴുവൻ അഭിപ്രായം പറയും. ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ പോയിട്ടുണ്ടാവും. അപ്പൊ ഏതോ ട്രക്ക് ഡ്രൈവറായി ഏതോ ബാംഗ്ലൂർ ട്രക്ക് ഓടിക്കണോ വൈകുന്നേരം ആ പീടിക്ക് ചായ കുടിക്കാൻ വന്നാൽ ആ ചർച്ച അപ്പോഴും തീർന്നിട്ടുണ്ടാവില്ല, ഇവനും അതിന് പങ്കെടുക്കും. എന്തുകൊണ്ട്? നമുക്കിപ്പോ വിവരം കൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പോയി ചോദിച്ചു, എനിക്കൊരു മസല ചോദിച്ചു, ഒരു സംഘം ആളുകൾ എനിക്കറിയില്ല എന്നാണ്. അപ്പൊ ആദ്യം കളിയാക്കാനാണ് വിചാരിച്ചത്. അങ്ങനെ പറയരുത്, ഞാൻ പറഞ്ഞിരുന്നാണ്, എനിക്കറിയില്ല എന്നാണ്. അങ്ങനെ പറയല്ലേ, നിങ്ങൾക്കറിയില്ലെങ്കിൽ ഫൻമന്നത്തുറുബു സിവാക്ക, പിന്നെ ആരോടാ ചോദിക്കാന്ന്? നിങ്ങൾക്ക് ചോദിക്കാൻ ആളില്ലെങ്കിലും എനിക്കറിയില്ല എന്നാണ്, എനിക്കറിയൂല.
അപ്പോൾ പറഞ്ഞു സാഫർനാ ഷഹ്റാൻ, ഞങ്ങൾ ഒരു മാസം യാത്ര ചെയ്താട്ടാ വരുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, നിങ്ങൾ വെറുതെ വാക്ക് പറയില്ല, നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല. ലൗ സാഫർതും ഷഹ്റൈനി, നിങ്ങൾ 2 മാസം യാത്ര ചെയ്തിട്ടാണ് വരുന്നെങ്കിലും ആ മസല എനിക്കറിയില്ല, ഞാൻ പഠിക്കട്ടെ എന്ന മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു. ഷാഫി ഇമാമിനോട് ഇജ്മാ ദീനിൽ തെളിവാണോ എന്ന് ചോദിച്ചപ്പോൾ ഫഖറഅൽ ഖുർആന 300 മറ, ഇജ്മാ ദീനിൽ തെളിവാണോ എന്ന് പരിശോധിക്കാൻ 300 പ്രാവശ്യം ഖുർആൻ ഓതി ഇമാമുന ശാഫിഈ. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു എല്ലാവർക്കും സ്വർഗ്ഗം നൽകട്ടെ. ഇന്ന അവ്വല ബൈതിൻ ഉലിഅ ലിന്നാസ്, ഇതിനേക്കാളും വലിയ സത്യത ഇതല്ലേ തുറന്നു പറയേണ്ട സത്യം. നിന്റെ ആളില്ല പാർട്ടി കോഴിക്കോട്ടെ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുന്നതിനേക്കാൾ വിളിച്ചു പറയേണ്ട സത്യം ഇതല്ലേ? കാരണം ഇബ്രാഹിം നബിയുടെ കഅബ പൊളിച്ച് കഅബ മുക്കാൽ ഭാഗമാക്കി ഒഴിവാക്കി. അന്ന് ഒഴിവാക്കേണ്ടി വന്നു, പിന്നെ അത് ഒഴിവാക്കേണ്ടി വന്നില്ല. പക്ഷേ ലൗലാ ഖൗമുകി ഹദീസു വഹദിൻ ബിൽ ഇസ്ലാമി, സമസ്തക്ക് വീര്യം പോരാ, അല്ലെങ്കിൽ പാണക്കാട്ട കുടുംബത്തിന് ഉശറ് പോരാ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയവരെ ചിന്തിക്കുക. എന്തൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അർത്ഥം ഉദ്ദേശിച്ചോ അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ അഡ്വാൻസ് ആയി നിങ്ങളോട് പറയാം. എന്തൊക്കെ ഞാൻ ആ പറഞ്ഞതിൽ പെടും നിങ്ങൾ വിചാരിച്ചെങ്കിൽ അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് എൻ്റെ നാവ്. ഇതിൻ്റെ മുന്നിൽ സത്യം പറയാൻ കഴിയുന്ന കാലത്തേ ഞാൻ ഇത് പറയുള്ളൂ, അല്ലെങ്കിൽ ഇത് പറയാൻ കഴിയൂല. ഇത് ഇലാഹിയായ ഖുദ്റത്തോട് മാത്രമേ നടക്കുള്ളൂ, മാനുഷിക പ്രവർത്തനമല്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നോക്ക്, ചിന്തിക്ക്, ഇത് ചിന്തിക്ക്. അതല്ലേ വിളിച്ചു പറയേണ്ടത്, അതല്ലേ പൊളിച്ച് പണിയെടുക്കേണ്ടത്. ഹബീബ് പറഞ്ഞത് ലൗലാ ഖൗമുകി ഹദീസു അഹദിൻ ബിൽ ഇസ്ലാം, ഈ പുതുവിശ്വാസികളായ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം വരുമെന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നുവെങ്കിൽ ലബനൈതുൽ കഅബത അലാ ഖവാഇദി ഇബ്രാഹിം, കഅബ പൊളിച്ചിട്ട് ഞാൻ ഇബ്രാഹിം നബി എടുത്തതുപോലെ എടുക്കുമായിരുന്നുവെന്ന് ഹബീബായ നബി. ഞാൻ ഇതിന്റെ അപ്പുറം എന്താ പറയുക? എന്നിട്ടും പറഞ്ഞു അനയിക്കുണ്ടാവരുത്. കഅബ മുക്കാൽ ഭാഗമായി നിന്നാലും വേണ്ടില്ല, കഅബ മുക്കാൽ ഭാഗമെങ്കിൽ മുക്കാൽ ഭാഗമായാലും വേണ്ടില്ല, സമുദായത്തിൽ അനൈക്യമുണ്ടാകാൻ. അപ്പൊ കഅബ ഫുള്ളാകണേക്കാളും വലിയ വിഷയം സമുദായത്തിൽ അനൈക്യമാണ് എന്ന പാഠം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ റബ്ബേ. എന്തൊരു കാര്യമാണ് ആ പറഞ്ഞതൊക്കെ. അബൂദാവൂദ് രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് നോക്കൂ. ഹബീബായ നബി പറഞ്ഞു അലാ അദുല്ലുകും ബി അഫ്ളല ദറജതൻ മിനസ് സ്വലാത്തി വസ്സദഖതി വസ്സിയാം, സുന്നത്ത് നിസ്കാരത്തെക്കാൾ പ്രാധാന്യമുള്ള, ചെവി തുറപ്പിച്ച് കേൾക്കണേ, കേൾക്കരുത്, കേൾക്കി. അലാ അദുല്ലുകും ബി അഫ്ളല ദറജതൻ മിനസ് സ്വലാത്തി വസ്സദഖതി വസ്സിയാം ഖാലു ബലാ യാ റസൂലല്ലാഹ്. സുന്നത്ത് നിസ്കാരത്തെക്കാൾ പ്രാധാന്യമുള്ള, സുന്നത്ത് സ്വദഖയേക്കാൾ പ്രാധാന്യമുള്ള, സുന്നത്ത് നോമ്പിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ഹബീബ് ഒരിക്കൽ ചോദിച്ചു. അതിന് സുന്നത്ത് നിസ്കാരത്തിനേക്കാളും വിലയുണ്ട്, അതിന് സുന്നത്ത് നോമ്പിനേക്കാളും വിലയുണ്ട്, അവർ സുന്നത്തായ സ്വദഖയേക്കാളും അതിന് വിലയുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. എല്ലാവരും സ്വർഗത്തിന് വേണ്ടി ഭാഞ്ഞു നടക്കുന്നവരല്ലേ, നമ്മളെ പോലെയല്ലല്ലോ. അവർ ഹബീബിന്റെ മുന്നിൽ ഇങ്ങോട്ട് തിങ്ങിക്കൂടിയിട്ട് ഹബീബിനോട് പറഞ്ഞു ബലായ റസൂലല്ലാഹ്, പറഞ്ഞേരി നബി എന്നെ പറഞ്ഞേരി. ഖാല, ഹബീബ് പറഞ്ഞു ഇസ്ലാഹു ദാത്തിൽ ബൈൻ, മനുഷ്യർക്കിടയിലുള്ള സമുദായത്തിനിടയിലുള്ള അനൈക്യം തീർക്കലാകുന്നു. സുന്നത്ത് നോമ്പിനേക്കാൾ ഫضലുണ്ട്, സുന്നത്തായ സ്വദഖയേക്കാളും സുന്നത്തായ നിസ്കാരത്തെക്കാളും. ബുദ്ധിയുള്ളവരെ, അബൂദാവൂദിലുണ്ട് ഈ ഹദീസ്, തുർമദിലുണ്ട് ഈ ഹദീസ്, ഇബ്നു മാജയിലുണ്ട് ഈ ഹദീസ്. ശ്രദ്ധിക്കണം. അതിന് സുന്നത്ത് നോമ്പിനേക്കാളും സുന്നത്ത് നിസ്കാരത്തെക്കാളും സ്വദഖയേക്കാളും അതിന് ഫضലുണ്ട് എന്ന് ഹബീബായ നബി. എന്താണ് ഇസ്ലാഹു ദാത്തിൽ ബൈൻ? മുസ്ലിം ഉമ്മത്തിനിടയിലും മുസ്ലിം സംഘടനകൾക്കിടയിലുമുള്ള അനൈക്യം ഒഴിവാക്കി ഏക ലക്ഷ്യത്തിലും ഏക പ്രാസ്ഥാനികതയിലേക്കും എല്ലാവരും മടങ്ങി വരലാണ്. വ്യക്തി, കുടുംബം, രാഷ്ട്രം, ഗോത്രം, സംഘടന ഒക്കെ ഇതിൽപ്പെട്ടിട്ടുണ്ട്. ഒക്കെ എന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് അറിയോ?
നിങ്ങളോട് ഹബീബായ നബി പറയാണ്, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഫഇന്ന ഫസാദാതിൽ ബൈനി ഹുവൽ ഹാലിഖ. അനൈക്യമാവുക എന്ന് പറയുന്നത് മൊട്ടയടിച്ചു പോകലാണ്. ലാ ഖൂലു തഹല്ലുഖുശ് ശഅരി, മുടി മുട്ടയടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. വലാകിൻ തഹല്ലുഖുദ്ദീൻ. ഒരു നാട്ടിൽ അനൈക്യം കൂടിയാലോ, സംഘടനകൾ കൂടിയാലോ, പാർട്ടികൾ വിവിധങ്ങളായാലോ ആ നാട്ടിലെ ദീൻ മൊട്ടയടിച്ചു പോകും എന്ന് ഹബീബായ നബി. അതന്നെയാണ് മലബാറിന് വന്നത്. അതാണ് മാറാട് കമ്മീഷന് നമ്മളെ പേരിൽ മുസ്ലിം ഉമ്മത്തിനെ മാത്രം ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ധാർഷ്ട്യത്തിന്റെ പിന്നിൽ വരെ മുസ്ലിം ഉമ്മത്തിന്റെ ബലക്ഷയത്തെ മുതലെടുത്തതാകും എന്ന് ഞാൻ മനസ്സിലാക്കും. ബുദ്ധിയുള്ളവരെ, ഇതിനപ്പുറം ഞാൻ എൻ്റെ കൽബ് കരഞ്ഞിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കൽബ് കരഞ്ഞിട്ടാണ്. നാളെ ഒരാൾ പാർട്ടി ഉണ്ടാക്കാലോ, റഹ്മത്തുള്ളാഹ്ക്ക് ഉണ്ടാക്കിക്കൂടെ ഒരു പാർട്ടി? ഇവർക്കൊക്കെ ഉണ്ടായിക്കൂടെ? ബാബാ സാഹിബ് എത്ര കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു? പുതിയ ഒരാളായിക്കൂടെ? എന്താ പണക്കട്ട ഓരോ കുട്ടികൾക്ക് ഓരോ പാർട്ടി ഉണ്ടായി പോലും. ഓരോരുത്തർ പാർട്ടി ഉണ്ടാക്കിയാലും ആയിരക്കണക്കായ ആളുകളെ കിട്ടും. ഓരോരുത്തർ പാർട്ടി ഉണ്ടാക്കിയാലും കിട്ടും ആയിരക്കണക്കായ. എന്തേ ഒരാൾക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വലിയ കാരണവർ ജീവിച്ചിരിക്കുമ്പോൾ പണക്കട്ട ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇനി സംസ്ഥാന പ്രസിഡന്റ് ആകാൻ നല്ലത് ഓരോരുത്തർക്കും സ്വയം പാർട്ടി ഉണ്ടാക്കലാണ്. അത് എളുപ്പമുള്ള കാര്യമാണ്. കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ഒന്നല്ലേ ഉണ്ടാവും, 2 പ്രസിഡന്റ് ഉണ്ടാവില്ല. ഏതൊരു അങ്ങനെ തന്നെ. എന്തേ ചിന്തിക്കണം, ബുദ്ധിയുള്ളവർ ആലോചിക്കണം. എന്റെ കൽബിനോടും എന്റെ ദീനിനോടും അള്ളാഹുവാണ് നീതി പുലർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ വിഷയങ്ങളൊക്കെ സമുദായത്തിന്റെ മുന്നിലുള്ള കാലുണ്ടായിരുന്നു. എന്നിട്ടും അവർ അനൈക്യത്തെ ഭയപ്പെട്ടു. എന്തുകൊണ്ട്? ഫഇന്ന ഫസാദ ദാതിൽ ബൈനി ഹുവൽ ഹാലിഖ. ജനങ്ങൾ അനൈക്യം കൊണ്ടുവരിക എന്ന് പറയുന്നത് മൊട്ടയടിക്കലാണ്. ലാ ഖൂലു ലക്കും തഹല്ലുഖുശ് ശഅരി, മുടി മൊട്ടയടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. വലാകിൻ തഹല്ലുഖുദ്ദീൻ, ദീൻ മൊട്ടയടിച്ചു പോകുമെന്ന് ഹബീബായ നബി. എന്താ ഞാൻ എൻ്റെ അപ്പുറം പറയേണ്ടത്? നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കുട്ടികളെ ചിന്തിക്കുക. ഒരു സംഘം, നല്ല സംഘം നോക്കുക. ബലിഷ്ഠമായ ഭൂരിപക്ഷ മുസ്ലിം ഉമ്മത്ത്, സത്യത്തിന്റെ ഭൂരിപക്ഷ സമൂഹം മുസ്ലിം ഉമ്മത്ത്. അതാണല്ലോ അസ്ല്. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് പോയി എന്നാ പറയുന്നത്. ഞങ്ങൾ ഇന്ന് പോയി എന്നാ പറയുന്നത്. പറഞ്ഞവർക്കൊക്കെ ചെറിയ സുഖ്റൂഫുൽ ഖൗലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നല്ല നല്ല രസകരമായ കാര്യം പറയാൻ കഴിയാത്ത ഒരാളുമില്ല, എല്ലാവർക്കും ഉണ്ട്. ആർക്കും ഉണ്ട്. എന്നോടൊരാൾ കാവനൂരിന്ന് പറഞ്ഞു, കാവനൂരിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചേകനൂരിന്റെ പിന്നാലെ കൂടി. അയാളെ വാക്കാണ് ശരിയെന്ന് കരുതിയിട്ട് പിന്നാലെ കൂടി. അങ്ങനെ അയാൾ അവസാനം ഒരിക്കൽ എന്നോട് തിരൂര് ടൂറിസ്റ്റ് ഹോമിലേക്ക് ഞങ്ങളൊരു 5-8 ആളുകളെ വിളിച്ചിട്ട് നേരായ നിസ്കാരം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കീർത്തി ടൂറിസ്റ്റ് ഹോമിലേക്ക് വിളിച്ചു. അങ്ങനെ കീർത്തി ടൂറിസ്റ്റ് ഹോമിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അയാൾ നിസ്കാരം കാണിച്ചു തന്നു. ഒരു റുക്കോയ് ചെയ്തു, പിന്നെ സുജൂദും ചെയ്തിട്ട് തിലാവത്തിന്റെ സുജൂദ് പോലെ നേരെ ഒറ്റ കയറ്റം 2ാമത്തെ റക്അത്തിലേക്കാണ് കയറി. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് പറഞ്ഞു, ഫസ്ജുദു വർക്കഉ എന്നല്ലേ പറഞ്ഞത്. സുജൂദ് റുക്കോയ് ഒന്നാണെങ്കിൽ ഖുർആൻ അനുസരിച്ച് സുജൂദും ഒന്നേ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ റുക്കോയ് 2 ആക്കണം. റുക്കോയ് 2 ആക്കാനുള്ള വകുപ്പ് കാണാത്തതുകൊണ്ട് സുജൂദ് 1 ആക്കലാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ തോന്നി, ഇയാൾക്ക് എന്തോ ഭ്രാന്തുണ്ടോ. അങ്ങനെ ഞാൻ അതിന് ഒഴിവായി പോകുന്നതാണ് എന്നൊരാൾ. അപ്പോഴേ അയാൾക്കും തോന്നിയുള്ളൂ ഇത് ഭ്രാന്താണോ. അപ്പോഴും ഭ്രാന്താന്ന് തോന്നാത്ത കുറെ ആളുകൾ, ബാക്കി 7 ആളുകൾക്കും അപ്പോഴും ഭ്രാന്താന്ന് തോന്നിയിട്ടുണ്ടാവില്ല. 8 ആൾക്ക് വിളിച്ചിട്ട് ഒരാൾക്ക് ഭ്രാന്താന്ന് തോന്നിയുള്ളൂ. ചിന്തിക്കണം. ന്യായം ഉണ്ടല്ലോ. വസ്തുത വർക്കാകുന്നല്ല പറഞ്ഞ് റുക്കവും ചെയ്യും സുജൂദും ചെയ്യുന്ന, രണ്ടും ഒരേ രൂപത്തിലാണ് പറഞ്ഞത്. 2 സുജൂദിനോട്ട് പറഞ്ഞിട്ടും ഇല്ലതാ. അപ്പൊ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ആർക്കാ അവിടെ ന്യായമില്ലാത്തത്? ആർക്കാ ന്യായമില്ലാത്തത്? ഓരോ കയ്യും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരീഹൂൻ. എല്ലാ പാർട്ടിയുടെ നേതാവിനും പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് വർത്താനം പറയാ. ആളാവാ, ന്യായം അയാളെ കയ്യിലുണ്ടോ? ന്യായമില്ലാത്ത ഒരാളുണ്ടാവില്ല. എല്ലാവരുടെ കയ്യിലും ന്യായം ഉണ്ടാവും. ആ രൂപത്തിലാണ് ന്യായത്തിന് അള്ളാഹു വല ചെയ്തത്. ന്യായത്തിന് വല അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റും. എവിടെയാണ്? അങ്ങനെയാണ്. ഭരണകക്ഷിന്റെ പ്രസംഗം കേട്ട് തലേന്റെ പ്രസംഗം കേട്ടപ്പോ പ്രതിപക്ഷത്തിന്റെ പ്രസംഗം കേട്ടു. നിങ്ങൾക്ക് തലേക്ക് ഒന്നുകൂടി കയറാൻ നല്ലതാ. പ്രതിപക്ഷത്തിന്റെ പ്രസംഗം കറക്റ്റ് ഇങ്ങനെ ഡേറ്റ് ഇട്ടിട്ടാണ് പ്രസംഗം പറയണത്. അതിങ്ങനെ കേട്ടപ്പോ സത്യം തന്നെ അല്ലേ പടച്ചോനെ, സത്യം തന്നെ അല്ലേ എന്ന് തോന്നി.
ഇത് കേട്ടപ്പോ ഭരണപക്ഷിന്റെ ആളുകൾ പിറ്റേന്ന് പരിപാടി വെച്ചു. നേരെ അത് കേട്ടു. അപ്പൊ തോന്നി റബ്ബേ അയും വലിയ സത്യമല്ലേ ആ പറഞ്ഞത്. ഇവര് നല്ല ഡേറ്റ് ഇട്ടിട്ടാ പറയണത്. ഇത് ലിങ്കിനോടത്ത് എവിടെയോ കുളത്ത് കയറിപ്പോയതാ. ഇതാ ഹദ്ദസ കദബാന മുസ്തഫ നബി നിഫാഖിന് ഉദാഹരണം പറഞ്ഞത്. നൊണെന്നെ പറയുന്നല്ല പറഞ്ഞത്. ഇതാ ഹദ്ദസ കദബ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ നുണ പറയുന്ന അങ്ങനെ പറഞ്ഞു. നുണന്നെ പറയുന്നല്ല, അങ്ങനെയല്ല. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ നുണ പറയുന്നല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട കേട്ടോ. മുനാഫിഖ് നുണ അറിയില്ല, അങ്ങനെയല്ല. നുണ പറയുന്ന ആളല്ല മുനാഫിഖ്. വർത്താനം പറയാം എന്റെ ഇടയിൽ കദബാണ്. അതല്ല നുണ എന്നെ പറയുകയാണെങ്കിൽ യക്ദിബൂന്നല്ലേ പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്. ഇതാ ഹദ്ദസ, അപ്പ ഹദ്ദസയില് സിദ്ഖാണ് പറഞ്ഞത്. സത്യം അങ്ങനെ പറഞ്ഞു. കദബ എന്റെ ഇടയിൽ ഒരു ലിങ്ക് കൂട്ടും. അവിടെയാണ് ലിങ്കിലായിരിക്കും നുണ ഉണ്ടാവുക. മനസ്സിലാക്കാൻ അങ്ങോട്ട് കഴിയൂല. അതുകൊണ്ട് ഇസ്ലാമിക മഹാഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഞാൻ ആലോചിച്ചത്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കുക. മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ കൂടെ ചേരണം. അതിനൊന്നാമതായി എന്തു വേണം? സംഘത്തിൽ ചേർന്ന ഒരു സുഖമുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സംഘത്തിൽ ഒരാൾ ചേർന്നാൽ നോക്കൂ. ഒരു സംഘത്തിൽ ഒരാൾ ചേർന്നാൽ നിയ്യത്ത് കൊണ്ട് സംഘത്തിന്റെ കൂടെ നിന്നാൽ തന്നെ സംഘം ചെയ്യുന്ന ഈ സംഘം യഥാർത്ഥമാണെങ്കിൽ ആ സംഘം ചെയ്യുന്ന കൂലിയുടെ മിസ്ലു സവാബ് ഇയാൾക്ക് ലഭിക്കും. പോയിന്റ് നമ്പർ 1. അയാൾ ഒറ്റയ്ക്ക് നിൽക്കണേ ഉണ്ടാവുള്ളൂ. അയാൾ 100 പണി ഒരു ദിവസം എടുക്കുമ്പോഴത്തിന് 10,000 പണി അയാളെ റെക്കോർഡ് കയറിയിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല, ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയാം. സ്വഹീഹുൽ ബുഖാരി അൻ അനസ് ഖാല ഖാല റസൂലുള്ളാഹി ഹബീബായ നബി പറഞ്ഞു ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ മദീനയിൽ ചില ആളുകളുണ്ട് മഅസിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും. യുദ്ധത്തിന് പോയപ്പോ ഹബീബായ നബി പറഞ്ഞു മദീനയിൽ ഇവിടെ കുറെ ആളുകളുണ്ട്. നിങ്ങൾ ഒരു മലഞ്ചരിവ് വിട്ട് കിടക്കുന്നില്ല, ഒരു നടത്തത്തിന്റെ ടൈം കിടക്കുന്നില്ല. ഇല്ലാ കാനൂ മഅകും, അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ കൂലിയിൽ ആ നിങ്ങളും അവരും തമ്മിൽ തുല്യമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖാലു അവര് പറഞ്ഞു ഹബീബായ നബിയെ യാ റസൂലല്ലാഹ് വഹും ബിൽ മദീന, അവർ മദീനയിലല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങളെ ഈ കൂലി അവർക്ക് കിട്ടണം? ഫഖാല മുസ്തഫ നബി പറഞ്ഞു വഹും ബിൽ മദീന, മദീനയിൽ തന്നെ, പക്ഷെ മനസ്സുകൊണ്ട് അവർ നിങ്ങൾക്ക് പിന്തുണ തന്നവരാകുന്നു. ഹബസഹുമുൽ ഉദ്റു, അവർക്ക് വേറെ പണിയുള്ളത് കൊണ്ട് അവർക്ക് ഉദ്റുണ്ട്. ശ്രദ്ധിക്കണം. അപ്പൊ ഒരു സംഘടനയിൽപ്പെട്ട ഒരു സത്യപ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാള് അയാൾ വേറെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ അന്നു നടന്ന എല്ലാ കാര്യങ്ങളും ഇയാളെ റെക്കോർഡിൽ ചേർക്കപ്പെടുമെന്ന് മുസ്തഫ നബി. ഈ ചിന്തിക്കണം. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. മാനസികമായ പിന്തുണ കൊടുത്താൽ മതി. ഇന്ന ഒരു കാര്യത്തിന് ചെറുശേസ്താൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചു, നിങ്ങളെ ചെറുശേസ്താൻ അങ്ങോട്ട് പറഞ്ഞയച്ചു, 100 ആളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞയച്ചു. നമ്മൾ തമ്മിൽ സത്യം ഇത് അടിസ്ഥാനത്തിന് ചോദിച്ചതാ. ഞാൻ ഒരു പണിയെടുത്തു, പക്ഷേ ഈ 99 ആളുകളുടെയും കൂലി എൻ്റെ കൂലിൻ്റെ പുറമെ എൻ്റെ റെക്കോർഡ് ചേരും. എന്നാൽ അവരെ റെക്കോർഡും ചേരും. കാരണം നമ്മൾ ഒരു നേതാവിൻ്റെ കീഴിൽ ഒരു വിവിധങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. ചിന്തിക്കണം. ഇതല്ലേ പറഞ്ഞത്? അംഗീകരിക്കുന്ന ഉദറുണ്ട്. എന്താ ശറ അംഗീകരിക്കുന്ന ഉദർ? മറ്റൊരു ജോലി, മറ്റൊരു പണി ഉദറാവുക മുസ്ലിയാരെ. അത് നിങ്ങൾ പുതിയത് ഉണ്ടാക്കിയല്ലേ ആവും. അതുകൊണ്ട് മുതലേ തെളിവ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ട്. فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين. എല്ലാരും യുദ്ധത്തിന് പോകേണ്ട സമയം വന്നപ്പോ ഖുർആൻ പറഞ്ഞു പഠിക്കലിന്റെ ആളുകൾ യുദ്ധത്തിന് പോകരുത്. അപ്പൊ അവർക്ക് പണി എഴുതുക. എന്താ പണി? പഠിക്കുക. അപ്പൊ രണ്ടൂട്ടരും ലക്ഷ്യം ഒന്നാ. ഒരാൾ യുദ്ധത്തിന് പോയി, ഒരാൾ പഠിച്ചു. രണ്ടൂട്ടരെയും ലക്ഷ്യം കലിമത്ത് തൗഹീദ്, പരിശുദ്ധ ദീനാകുന്ന കലിമത്ത് തൗഹീദിന്റെ അസ്തിവാരത്തെ ഉയർത്തലാകുന്നു. ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. ഒരു സത്യപ്രസ്ഥാനത്തിൽ കൂടിയാൽ ആ
ദിവസമോ ആ സമയത്തോ ആ സത്യപ്രസ്ഥാനത്തിൽ നടക്കുന്ന സത്യങ്ങളുടെ മുഴുവനും കൂലി ഇവന്റെ റിക്കാർഡിൽ ചേർക്കപ്പെടും. മാനസിക പിന്തുണയുണ്ടായാൽ മതി എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് നമ്മൾ ആദ്യം എന്ത് വേണം? മാനസിക ഐക്യം ഉണ്ടാവണം. ഒന്ന്, സംഘടനയൊക്കെ പോയിന്റ് നമ്പർ 1, നേതാവ് അനുയായി. സംഘടന ഞാൻ പറഞ്ഞു, ഇനി നേതാവ് അനുയായിയാ പറയേണ്ടത്. സംഘടന നേതാവ് അനുയായിക്ക് ഒന്നാമതായി വേണ്ടത് ഇന്നില്ലാതെയായിക്കൊണ്ടിരിക്കണ ഒരു സാധനമാണ് സംഘടന എന്ന വിളക്കിന്റെ മാൻഡിൽ ഉണ്ടായിട്ട് കാര്യമല്ല. അതിൻ്റെ ഇടയിൽ ഒന്ന് മാനസികണ്ടാവും. അതാണല്ലോ ബേസ്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ നല്ല റുഹമാഉ ബൈനഹും. അവർ ആ പ്രസ്ഥാന ബന്ധുക്കൾക്കിടയിൽ കാരുണ്യബോധമുള്ളവരാകുന്നു. റുഹമാഉ നല്ല റുഹമാഉ ബൈനഹും. അവർക്കിടയിൽ മാനസിക ഐക്യമുള്ളവരാണ്. മാനസികമായ ഐക്യമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സിമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ واستوى على سوقه. നേരത്തെ അവർ ഒരു വിത്തായിരുന്നു. മുഹമ്മദ് നബി എന്ന ആ വിത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വന്ന് യുഅ്ജിബു الزُّرَّاعَ لِيَغِيظَ بِهِمُ الْكُفَّارَ. ഈ ഭൂമി മുഴുവനും പ്രഭ പരത്താൻ മാത്രം, തണല് കൊടുക്കാൻ മാത്രമേ ഈ വൃക്ഷം വലുതായി പോയല്ലോ. അതാണ് ഇസ്ലാമിക പ്രസ്ഥാനമെന്ന വൃക്ഷം എന്ന് സൂറത്തുൽ ഫത്ഹിന്റെ അവസാന വചനം. അതുണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായ മാനസിക ഐക്യം സംഘടനാ ബന്ധുക്കൾക്ക് അനിവാര്യമാണ്. അതില്ലെങ്കിൽ സംഘടന കൊണ്ട് നേട്ടം ഉണ്ടാവില്ല. നേതാവിന് അനുയായിക്ക് ഒന്നാമതായി വേണ്ടത് മാനസിക പൊരുത്തമാണ് എന്ന് നോക്കൂ. മാനസിക പൊരുത്തത്തിലാണല്ലോ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ഈ സമുദായത്തിനെ, ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് പരസ്പരമുള്ള ഐക്യബന്ധം കൊണ്ടും സ്നേഹബന്ധം കൊണ്ടുമാണ്. ഇതാണ് ഈ സമുദായത്തിന്റെ അസ്തിത്വം. അതുണ്ടാവണം. അങ്ങനെ ഉണ്ടാക്കിയത് അൻസാരികളെ പറ്റിയാണ് പറഞ്ഞത്. വല്ലദീന തബവഉദ്ദാറ. മുഹാജിരീങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ മുഹാജിരീങ്ങൾക്ക് വീട് ഒഴിഞ്ഞു വെച്ചുവല്ലോ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് ഹിജ്റ വന്നവരെ മുഴുവനും അവർ മനസ്സ് തുറന്ന് ഇഷ്ടപ്പെട്ടുവല്ലോ. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഈ ആയത്തിറങ്ങിയത് അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കാര്യത്തിലാണ്. ഉറക്കം കൊണ്ട് പറയൂ. 3 വട്ടം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാലേ ഞാൻ വിഷയം റളിയല്ലാഹു അൻഹു. റബ്ബേ, എന്തൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. നിങ്ങൾക്കറിയണോ? ഒരു രാത്രി ഒരു മുഹാജിർ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കൾക്ക്, നേതാവിനും അനുയായികൾക്കും പരസ്പരം ഉണ്ടായിരുന്ന പൊരുത്തം, ഐക്യം. ഒരു രാത്രി മദീനയിലേക്ക് ഒരു മുഹാജിർ വന്നു കയറി. ആദ്യമായിട്ട് വരികയല്ലേ, എന്തെങ്കിലും ഈ മനുഷ്യൻ നിസ്കാരം കഴിഞ്ഞു, ഭക്ഷണം കൊടുക്കണ്ടേ? സുലാഖിന്റെ വിഷമം. ഭാര്യമാരെ വീട്ടിലൊന്നും ഭക്ഷണം ഇല്ല. എന്ത് ചെയ്യും? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസം ഒന്നും ഭക്ഷണം കഴിക്കാറില്ല, കാരക്കയും വെള്ളമില്ലാതെ ഉണ്ടാവാറില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസുണ്ട്. റളിയല്ലാഹു അൻഹ നിസ്കാരം കഴിഞ്ഞപ്പോ മുസ്തഫായ നബി, പുണ്യ നബി, ഹബീബായ നബി എണീറ്റെന്ന് പറഞ്ഞു,
ഈ രാത്രി മനുഷ്യന് വിരുന്നു കൊടുക്കാൻ ആരുണ്ട്? സദസ്സിൽ നിന്ന് ഒരാളും എണീറ്റില്ലല്ലോ. എന്തുകൊണ്ട് ഒരാളുടെ വീട്ടിലും ഭക്ഷണമില്ല? എന്തുകൊണ്ടു? റസൂലുള്ള പിന്നെയും ചോദിച്ചു. മൂന്നാം തവണ ആയപ്പോ ഒന്നുണ്ടായിട്ടല്ലെങ്കിലും അബൂ ത്വൽഹ അൻസാരി എണീറ്റ് നിന്നു. ഹബീബിനോട് പറഞ്ഞു, അന ഉളീഫഹു യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടേക്കോളാം നബിയെ. ഒന്നുമില്ല, ഞാൻ കൊണ്ടേക്കോളാം റളിയല്ലാഹു അൻഹു. ഇയാളെയും കൂട്ടി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നു. നോക്കൂ, ഭൂമുഖത്ത് അതിഥിയായിരുത്തി വീട്ടിൻ്റെ അകത്തെന്നു. ഇന്നൊരു അതിഥി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, എന്ത് അതിഥിയോ? നിങ്ങൾക്കറിയില്ലേ, രാത്രി വീട്ടിൽ കുട്ടിയല്ലാതെ, നമ്മളെ ചെറിയ കുട്ടിയല്ലാതെ ആരും ഭക്ഷണം കഴിക്കാറില്ലാന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എന്തിന് കൂട്ടിക്കൊണ്ടുവന്നു? നീ പെണ്ണ് ഹബീബ് ബഹുമാനപ്പെട്ട അബൂ ത്വൽഹയോട് ചോദിച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹാജിറുൻ ഇലാ റസൂലില്ലാഹ്, മുസ്തഫായ നബിയിലേക്ക് ഹിജ്റ വന്ന ആളാണ്, ഹബീബായ നബി പറഞ്ഞേച്ചെന്ന ആളാണ്. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ മനുഷ്യന്റെ ഒപ്പം വർത്താനം പറഞ്ഞിരിക്കും, ഞാൻ കുട്ടിയെ എങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാഹത്തായനാമ, കുട്ടി ഉറങ്ങണത് വരെ. കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് സ്വന്തം കൂട്ടുകാരന്റെ കഫം പുടവ മാന്തിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് സ്വന്തം പ്രസ്ഥാനത്തിലെ മറ്റൊരാളുടെ അധികാരം, അയാൾക്കിണങ്ങുന്ന അധികാരത്തെ തട്ടിയെടുക്കുന്ന കാര്യത്തിലാണ് പ്രസ്ഥാന ബന്ധുക്കളിൽ പലരുടെയും ചിന്ത. ഇവർക്ക് എന്റെ പ്രസ്ഥാനമാവാൻ കഴിയും. ഇന്ന് നേതാവ് അനുയായി തമ്മിലുള്ള താല്പര്യം, അല്ലാഹുവേ റബ്ബേ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നശിച്ചു എന്ന് പറയല്ല, നന്നാവാൻ വേണ്ടി പറയാ. ഇത് കേട്ടിട്ടെങ്കിലും അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നന്നാവണം. അല്ലാത്തൊരു സംഘം അല്ലാത്തൊരു രക്ഷയില്ല. സംഘം വേണ്ടെന്ന് പറഞ്ഞു പോകുന്നൊരു വീട്ടിത്തരമാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, അങ്ങനെ ഈ പെണ്ണ് കുട്ടിയോട് കൂടെ ഇരുന്നിട്ട് ഈ പെണ്ണിങ്ങനെ തമാശ പറഞ്ഞു. കുട്ടിയപ്പോ അബൂ ത്വൽഹയെ വിളിച്ചു. അബൂ ത്വൽഹ വന്നു റളിയല്ലാഹു അൻഹു. നോക്കും, എൻ്റെ ഉള്ളൂ ഒരു കുട്ടിക്കുള്ള ഭക്ഷണമില്ല. അതെങ്ങനെ? ഇവിടെ ആകട്ടെ അതിഥിയുണ്ട്, മര്യാദയല്ലേ അതിഥിയോടുകൂടെ, അതിഥേനിരിക്കണ്ടേ? എന്ത് ചെയ്യും? അവസാനം എന്ത് ചെയ്തു? പെണ്ണുപായം പറഞ്ഞു, നിങ്ങൾ ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വിളക്ക് കെടുത്തിക്കൊള്ളാം, പിന്നെ നിങ്ങൾ കഴിക്കരുത്. സ്വന്തം പുതിയാപ്പളിനോട് ഇത് പറയണമെങ്കിൽ ആ പെണ്ണിന് ഈ സമുദായത്തിന്റെ സംഘത്തോടുള്ള താല്പര്യം എത്രയാവുന്നു? ഈമാനുള്ള കോഴിക്കോട്ടുകാരെ, മോമിനിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇങ്ങനെ കൂടി വേറിട്ട് സ്വന്തം പത്രസമ്മേളനം നടത്തി പായാണോ വേണ്ടത്? ചിന്തിക്ക്, ആലോചിക്ക്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഭക്ഷണപാത്രം കൊണ്ടുവന്നു. ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ പെണ്ണ് ഉടനെ വിളക്ക് കെടുത്തി. വിളക്ക് കെട്ടാ പിന്നെ വിളക്ക് കത്തിക്കാൻ പറയൂല. എന്തുകൊണ്ട്? ജയ്ത്ത് കൊണ്ടാണ് വിളക്ക് കത്തിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ തന്നെ അവർക്ക് ജയ്ത്ത് ഉണ്ടാവില്ല. ആ ജയ്ത്തല്ലേ കത്തിക്കണത്, പിന്നെ എങ്ങനെ ഉണ്ടാവും? അവസാനം എന്ത് ചെയ്തു? ഇങ്ങനെ കഴിച്ചു. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ കൂട്ടി അനക്കിയിട്ട് അണ്ണാക്കനക്കി കൊണ്ടിരുന്നു. ചവച്ചരക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നത് പോലെ ഇരുന്നു. ഭക്ഷണം മുഴുവൻ അതിരിക്കങ്ങനെ നീക്കി ഇങ്ങനെ കൊടുത്തു. ഭക്ഷണം കഴിച്ചു. അന്ന് രാത്രി ഒരു ബിസ്തറും കൊടുത്തു, ഒരു വിരിപ്പ് കൊടുത്തു. അദ്ദേഹത്തിന് മനോഹരമായി സൗകര്യപ്പെടുത്തി വീട്ടിലെ നല്ല റൂമിൽ കിടത്തി ഉറക്കി. ആ സ്വഹാബിയെ, ആ പ്രസ്ഥാന ബന്ധുവിനെ എവിടുന്നോ വന്നു. ഇന്നലെ വരെ താൻ കണ്ടിട്ടില്ല. ഏതോ ഉമ്മക്ക് ജനിച്ചു, ഏതോ ബാപ്പക്ക് ജനിച്ചു, ഏതോ ഗ്രാമത്തിൽ ജനിച്ചു. ആ ഗ്രാമവും താൻ കണ്ടിട്ടില്ല. ഇവരെ തമ്മിൽ കൂട്ടിച്ചേർത്തത് വഹദത്തുൽ ജമാ, സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ഐക്യം മാത്രമാണ്. നേരെ ഈ സഹാബിയെയും കൂട്ടി നേരം വെളുക്കുമ്പോ സുബഹി നിസ്കരിക്കാൻ ചെന്നപ്പോ ഹബീബായ റസൂലുള്ളാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്ക് ആയത്തിറങ്ങിയിട്ടുണ്ട് ഈ അബൂ ത്വൽഹയുടെ കാര്യത്തിൽ. അതാണ് വല്ലദീന തബവ്വഉദ്ദാര വല്ലീമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം
ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم അവരെക്കാൾ മറ്റുള്ളവർക്ക് പ്രസ്ഥാന ബന്ധുക്കൾക്ക് അവർ പ്രാധാന്യം കൊടുക്കും. വലൗ കാന ബിഹിം ഖസാസ, അവരുടെ വയറൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, ആ പാത്രം തിന്നാൻ മാത്രം അവർക്ക് വിശപ്പുണ്ടെങ്കിൽ പോലും അവരവരെ പ്രസ്ഥാന ബന്ധുവിന് വില കൊടുക്കും എന്നാണ് അതിന്റെ താല്പര്യം. ഈ അബൂ ത്വലഹയുടെ കാര്യത്തിലാണ് ഇന്നലെ കോടിക്കണക്കായ മൈലുകൾ ദൂരെ നിന്ന് മുഖറബായ ജിബ്രീൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഹബീബായ മുഹമ്മദ് നബി. ഈ നിസ്സാരമായ കാര്യത്തിന് വേറിട്ട് പോയിട്ട് സമുദായത്തിന്റെ ശത്രുക്കളെ സമുദായത്തിന്റെ മൂക്ക് തോണ്ടാൻ അവസരം ഒരുക്കായിരുന്നോ വേണ്ടിയിരുന്നത്? മനസ്സറിഞ്ഞ് ചിന്തിക്കുക. അങ്ങനെയായിരുന്നോ വേണ്ടിയിരുന്നത്? ഞാൻ ആരും പ്രതിപക്ഷമല്ല, ഞാനും പ്രതിപക്ഷം, ഞാനും ഭരണപക്ഷം. നമ്മളൊക്കെ ആലോചിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ എന്താ നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ കേൾക്കണോ ആ പ്രസ്ഥാന ബന്ധുക്കളുടെ അവസ്ഥ നിങ്ങൾക്ക് കേൾക്കണോ? സ്വഹീഹുൽ ബുഖാരി عن عبد الرحمن بن عوف رضي الله عنه قال آخى النبي بيني وبين سعد بن الربيع سيد الأنصار സഅദ് ബിൻ റബീഅന്റെയും എന്റെയും ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ സഹവർത്തിത്വം ഉണ്ടാക്കി, സഹോദര്യം ഉണ്ടാക്കി. ഞാൻ മദീനയിൽ നിന്ന് ഹിജ്റ വന്നപ്പോൾ സഅദിന് ഇന്നാണ് കൊടുത്തു. സഅദേ, ഇത് നിന്റെ ആഖാണ് കേട്ടോ. ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുക്കും. ഏൽപ്പിച്ചു കൊടുക്കുകയല്ല, നേരത്തെ ഓരോരുത്തർ പോയി ബുക്ക് ചെയ്യും. ഇനിയൊരു മുഹാജിർ ഉണ്ടെങ്കിൽ എനിക്ക് തരണേ, ഞാൻ എൻ്റെ മുതൽ അയാൾക്ക് പൗതിയാക്കി കൊടുക്കട്ടോ, എനിക്ക് തരണേ പറയാ. നേരത്തെ പോയി പറയാ, ബുക്ക് ചെയ്യും. കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നത് വരെ അവർക്ക് വിഷമമാണ്. എന്തിനാ കൊടുക്കുന്നത്? ഒരു നേരത്തെ ചോറ് കൊടുത്ത് വിടല്ല. കേട്ടോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളൊക്കെ ഇതിൽ കുറ്റവാളിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. ഇനിയെങ്കിലും നമ്മൾ ഈ പ്രസ്ഥാന നന്മയിലേക്ക് മടങ്ങി വരണം. നമ്മൾ വലിയതാകല്ല വേണ്ടത്, നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സമൂഹം ഇതെന്നാവണം. നമ്മളെ കസേര പോയിക്കോട്ടെ, നമുക്കിത് വിഷയമല്ല. നമ്മുടെ സമുദായം രക്ഷപ്പെടണം. ഈ കസേരയിലിരിക്കാൻ റഹ്മത്തുള്ളാഹിനെക്കാളും വലിയൊരു യോഗ്യനുണ്ടെങ്കിൽ അയാൾക്ക് ഈ കസാര ഒഴിഞ്ഞു കൊടുത്താലേ ഇവിടെ 4 ദിവസങ്ങളൊക്കെ മുന്നിൽ ആളാവാ, അള്ളാഹിന്റെ സ്വർഗം കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മൾക്കൊക്കെ നമ്മളെക്കാൾ ഉഷാറായ, നമുക്ക് കൂടി അവരെ കൊണ്ട് സ്വർഗം കിട്ടാൻ കാരണമായ, അവർക്ക് വഴികാട്ടികളായ നേതാക്കളായി നാം തീരുകയും നമ്മളെക്കാൾ ഉഷാറുള്ള മുത്തഖീങ്ങളായ പിൻഗാമികളെ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. അൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഖാല ആഖൻ നബിയു ബൈനി വബൈന സഅദ് ബിൻ റബീഅ. ഞാൻ ഹിജ്റ വന്നപ്പോൾ എന്നെയും സഅദ് ബിൻ റബീഅന്റെയും ഇടയിലായിരുന്നു റസൂലുള്ളാഹി സഹോദരന്മാരാക്കി. ഇന്നെ സഅദിനെ കൊടുത്ത് ഫഖാല ലി, കേൾക്കൂ രസം. ഫഖാല ലി സഅദുൻ, സഅദ് എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ, ഇന്നി അക്തറുൽ അൻസാരി മാലാ, ഞാൻ അൻസാരിങ്ങളിൽ ഏറ്റവും മുതലുള്ള ആളാണ്. ഇതിനെപ്പറ്റി അറിയോ? നമ്മളിപ്പോ പുതിയ ജ്യേഷ്ഠാഞ്ചന്മാരാണല്ലോ, ഇതിനെപ്പറ്റി അറിയോ? ഞാൻ അൻസാരിങ്ങളിൽ ഏറ്റവും മുതലുള്ള ആളാണ്. ഫഉഖാസിമുക മാലി, ഞാൻ നിന്നെ ഇപ്പൊ കൊണ്ടുപോകുന്നത് ഇന്റെ മുതൽ പൗതിയാക്കാനാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. ഇത് കോട്ടയത്തിൽ നിന്ന് അച്ചടിച്ചു വന്ന അപസർപ്പക കഥയല്ല. സ്വഹീഹുൽ ബുഖാരി. ഞാൻ എന്നെ കൊണ്ടുപോകണത് എന്റെ മുതലിപ്പണ്ട് ഒരിക്കണം, പൗതിയാക്കണം, അതിനുവേണ്ടി കൊണ്ടുപോകാണ് എന്ന് പറഞ്ഞു. പിന്നെ ഷത്റൈനി, രണ്ടാക്കി തിരിക്കണം. പിന്നെയോ വലിമ്രാതാനി, എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഇപ്പൊ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ഫൻദുർ അയ്യതുമാ ശിഅത, ഈ 2 പെണ്ണുങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ് ഏതാണ് എന്ന് നീ പരിശോധിക്കാൻ വേണ്ടിയാണ്. എനിക്ക് 2 ഭാര്യമുണ്ട്. ഫൻദുർ, ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണ് ഏതാണെന്ന് ഇജ്ജ് നോക്കണം. എന്നിട്ട് ഹത്താ അൻസില ലക അൻഹാ, ഞാൻ ആ പെണ്ണിനെ ത്വലാഖ് ചെല്ലാം നിനക്ക് വേണ്ടി. അവളെ ഇദ്ദ കഴിഞ്ഞാൽ തസവ്വജ്തഹാ, പെണ്ണിനെ നീ കല്യാണം കഴിക്കണം. ലാ ഹാജതി ഫീ ദാലിക, നിനക്ക് വേണ്ട ഒരു വിഷയത്തിലും എനിക്ക് ആവശ്യമില്ല എന്ന് സയ്യിദുൽ അൻസാറായ സഅദ് ബിൻ റബീഅ എന്നോട് പറഞ്ഞു വന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ റബ്ബേ. ഇത് കേട്ടിട്ടെങ്കിലും പറഞ്ഞോനും കേട്ടോനും ഒന്ന് നന്നായെങ്കിൽ റബ്ബേ, ആ ഒരു ബോധം നമ്മളെ ഖൽബിന്റെ ഉള്ളിലൊന്നും ഉണ്ടായെങ്കിൽ. മുഅ്മിനീങ്ങളെ അല്ലാഹു നമുക്ക് തരട്ടെ. നോക്കൂ, സ്വഹീഹുൽ ബുഖാരി
ഇന്നൽ അൻസാറ ലമ്മ അശാറു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൂന്നോട്ടം ഷഹാദത്തിലു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അത്രയും വലിയ ഒരു 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 ഐക്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതാണ് ഇന്നൽ അൻസാറ അശാറു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിക്ക് അവർ ഇശാറത്താക്കാണ് യുഖ്സിമ ബൈനഹും വബൈനൽ മുഹാജിരീൻ അന്നഖല. നബിയെ ഞങ്ങളെ ഈത്തപ്പന ഞങ്ങൾ ഓരോരുത്തർക്കും പകുതിയാക്കി വീതിച്ചു കൊടുക്കുകയാണ്. മുഹാജിരീങ്ങളെയും അൻസാരിങ്ങളെയും. അൻസാരിങ്ങൾ വന്ന് ഇങ്ങോട്ട് പറയുക. അൻസാരിങ്ങൾ വന്നിട്ട് മുഹാജിരീങ്ങളെ കുറിച്ച് പറയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. രസണ്ട്, ഈ അൻസാറിന് രണ്ടാം പദവിയേ ഉള്ളൂ. ഇവരാണ് ഒന്നാം പദവിക്കാരെ പറ്റി പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ പദവി രണ്ടാം പദവിയാ. സാബിഖൂനൽ അവ്വലൂന മിനൽ അൻസാരി വൽ മുഹാജിരീൻ എന്നല്ല, സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അപ്പൊ അവരെക്കാൾ ഈ ദീനിന്റെ മുന്നിൽ നിന്ന നായകന്മാരാണ് മുഹാജിരീങ്ങൾ. പ്രാധാന്യം അവർ കൽപ്പിക്കാണ് അൻസാരികൾ. നോക്കൂ, അവർ പറഞ്ഞു ഞങ്ങളെ ഈത്തപ്പനയെ പകുതിയാക്കാം. ഞങ്ങൾക്ക് 10 ഈത്തപ്പന ഉണ്ടെങ്കിൽ 5 എനിക്ക് 5 മുഹാജിറിന് ഞാൻ കൊടുക്കാം. അങ്ങോട്ട് പറഞ്ഞു നബിയാണ്. ഫഖാല, ഹബീബ നബി പറഞ്ഞു, ഇല്ല അത് പറ്റൂല. നിങ്ങളെ ഈ മദീനയിലെ കൃഷി റസൂലുള്ള പറയാൻ കാരണം ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്, വേണ്ടാത്തോണ്ടല്ല. കാരണം മദീനയിലെ കൃഷിയുടെ സൗകര്യം വന്ന മുഹാജിരീങ്ങൾക്ക് അറിയൂല. അപ്പോൾ പറഞ്ഞു, നബിയെ തക്ഫൂനൽ മുഅ്ന അൽ മുഅ്ന ഞങ്ങൾ ചെലവെടുക്കാം. വനുശ്രികുഹും ഫിസ്സമറതി കലനം, ചെലവ് മുഴുവനും ഞങ്ങൾ എടുക്കും. പിന്നെ ലാഭത്തിൽ അവരെ കിട്ടുന്ന ഓഹരി കൊയ്ത്തിന്റെ നാളിൽ ലഭിക്കുന്ന ഈത്തപ്പഴം പകുതിയാക്കിയാലോ കലനം, അതായിക്കോട്ടെ എന്ന് പറഞ്ഞു ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പണി നിങ്ങൾ പണി അവരെടുത്തു. ഈത്തപ്പഴത്തെ പകുതിയാക്കി കൊടുത്തു. പക്ഷേ പണി അവർ തന്നെ എടുത്തു. മുഹാജിരീങ്ങൾ പള്ളിയിൽ കൂടി മുസ്തഫ റസൂലുള്ളാഹിൽ നിന്ന് പഠിച്ചു. അവരെ സഹായിച്ചു അൻസാരികൾ റളിയല്ലാഹു അൻഹും. സ്വഹീഹുൽ ബുഖാരി ഈ ഒരു ഐക്യബന്ധം. അതുകൊണ്ട് അടിസ്ഥാനപരമായി വേണ്ടത് അനുയായികൾ തമ്മിലും നേതാക്കൾ തമ്മിലും നേതാക്കൾ തമ്മിലും മാനസികമായ പൊരുത്തം മുസ്ലിം സംഘടിത ശ്രമത്തിന്റെ അടിത്തറയാണ്. അതുണ്ടായിരിക്കണം. അതിനെന്ത് ചെയ്യണം എന്നറിയാം. ഉള്ള പണിയൊക്കെ നമ്മൾ അള്ളാഹു തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്നിവിടെ പരിപാടിക്ക് വന്നു. ഇന്ന് സന്ദർഭവശാൽ പരിപാടി നടന്നില്ല. അതെന്താ, എനിക്ക് നാളാകാൻ കഴിഞ്ഞില്ലല്ലോ. ഒന്ന് പരിപാടി നടന്നില്ല, പോന്നല്ലോ. അള്ളാഹ്ക്ക് വേണ്ടിയായാൽ പരിപാടി നടന്നു. എന്നാ സുഖമാണ്. നേരത്തെ പോയിട്ട് കുട്ടികളെ കാണാം. പരിപാടി നടന്നിട്ടില്ലെങ്കിൽ തന്നെ പരിപാടി നടന്നാൽ 4 മണിക്കൂർ കഴിഞ്ഞാലേ എൻ്റെ റിക്കാർഡ് പൂട്ടുകയുള്ളൂ. പരിപാടി നടന്നിട്ടില്ലെങ്കിലോ ആ 4 മണിക്കൂർ എത്ര മണിക്കൂറാണോ അവിടെ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത്, ആ നേരം ആ പണി അള്ളാഹു റിക്കാർഡിൽ ചേർക്കും. എപ്പോൾ